നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. വർഷങ്ങൾക്ക് ശേഷം ഒരു വേദിയിൽ നടൻ ദിലീപും മഞ്ജു വാര്യരും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. കാക്കനാട് പുതുതായി ആരംഭിച്ച മാജിക് ഫ്രെയിംസ് തിയേറ്റർ സമുച്ചയത്തിന്റെ ഉദ്ഘാടനത്തിനാണ് ഇരുവരും ഒരുമിച്ച് എത്തിയത്. വർഷങ്ങൾക്ക് ശേഷം ഇരുവരും ഒന്നിച്ച് പങ്കെടുത്ത വേദി ആരാധകർക്കിടയിൽ ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ഒരേ നിരയിലാണ് ഇരുവരും ഇരിപ്പിടങ്ങൾ ഒരുക്കിയത് എങ്കിലും അടുത്തടുത്ത സീറ്റുകളിൽ അല്ല താരങ്ങൾ ഇരുന്നിരുന്നത്. എങ്കിലും ഒരു വേദിയിൽ ഇരുവരും ഒന്നിച്ചെത്തിയത് ആരാധകർക്കിടയിൽ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉദ്ഘാടന ചടങ്ങിന്റെ വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ നിറയുകയാണ്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ മഞ്ജു വാര്യർക്കും ദിലീപിനും പുറമെ പൃഥ്വിരാജ്, ജയസൂര്യ, കുഞ്ചാക്കോ ബോബൻ, നരേൻ അതിഥി, രവി, സുരാജ് വെഞ്ഞാറമൂട്, നവ്യ നായർ, ധ്യാൻ ശ്രീനിവാസൻ, ബേസിൽ ജോസഫ് തുടങ്ങിയൊരു നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു. ഏറ്റവും പുറകിലത്തെ സീറ്റിലാണ് മഞ്ജു വാര്യരും ദിലീപും ഇരുന്നിരുന്നത്. മഞ്ജുവിന്റെ അടുത്ത് ജയസൂര്യയും പൃഥ്വിരാജും ഒക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. മഞ്ജു വാര്യർ ഇരുന്ന അതേ നിരയിൽ 9 സീറ്റ് മാറിയായിരുന്നു ദിലീപും ഇരുന്നിരുന്നത്. മഞ്ജു സജീവമായി പങ്കെടുത്ത പരിപാടിയിൽ ദിലീപ് അല്പം മാറി നിൽക്കുന്ന തരത്തിലായിരുന്നു വീഡിയോകൾ എല്ലാം തന്നെ പുറത്തു വന്നിട്ടുള്ളത്. പരസ്പരം കണ്ടിട്ടും മിണ്ടാതെ വിധം അകലം ഇരുവർക്കും ഇടയിൽ ഉണ്ടായിരുന്നു. ഇതേസമയം പൃഥ്വിരാജും സുരാജ് വെഞ്ഞാറമൂടും ഒക്കെ രണ്ടുപേരോടുമായി സൗഹൃദം പങ്കുവെക്കുന്നതും വീഡിയോകൾ കാണാനാകും. ഇത് ആദ്യമായിട്ടല്ല മഞ്ജു വാര്യരും ദിലീപും ഒരേ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. നടിയെ ആക്രമിച്ച സംഭവത്തിന് ശേഷം അമ്മയുടെ അംഗങ്ങൾ എല്ലാം ചേർന്ന് നടത്തിയ ഒത്തുചേരൽ ചടങ്ങിലും മറ്റും ചില പരിപാടികളിലും ഇരുവരും ഒന്നിച്ച് പങ്കെടുക്കുവാൻ എത്തിയിരുന്നു. അപ്പോഴും പരസ്പരം മുഖം കൊടുക്കാതെയോ നേർക്കുനേർ നിൽക്കാതെയോ ഒക്കെയായിരുന്നു ഇരുവരും ചെയ്തിരുന്നത്. 1998 മഞ്ജു വാര്യരുടെയും ദിലീപിന്റെയും വിവാഹം കഴിഞ്ഞത്. അതൊരു പ്രണയ ഒളിച്ചോട്ട വിവാഹമായിരുന്നു. ആ ബന്ധത്തിലാണ് മീനാക്ഷി ദിലീപ് പിറന്നത്. എന്നാൽ 2015 ഇരുവരും വേർപിരിയുകയായിരുന്നു. ദിലീപുമായി വേർപിരിഞ്ഞതിനു ശേഷമാണ് മഞ്ജു അഭിനയത്തിലേക്ക് സജീവമാകുന്നത്. അതേസമയം സംവിധായകൻ സനൽകുമാർ ശശിധരൻ കഴിഞ്ഞ കുറച്ച് അധികം വർഷങ്ങളായി നടി മഞ്ജു വാര്യരുമായി ബന്ധപ്പെടുത്തി പലതരത്തിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. എന്നാൽ ഒരു തവണ വിഷയത്തിൽ പോലീസിൽ പരാതിപ്പെട്ടു എന്നല്ലാതെ മറ്റ് പരസ്യമായ പ്രതികരണങ്ങൾ ഒന്നും തന്നെ നടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുമില്ല. എന്നാൽ മൗനം പാലിക്കാതെ സനൽകുമാറിന്റെ വിഷയത്തിൽ അയാൾ പറയുന്ന കാര്യങ്ങളും സത്യമുണ്ടോ ഇല്ലയോ എന്നത് മഞ്ജു വാര്യർ വ്യക്തമാക്കണം എന്ന്, അല്ലാത്ത പക്ഷം സംശയത്തിന്റെ കുന്തമുനകൾ നിങ്ങളുടെ മനസ്സിലേക്ക് നീളുമെന്നും സംവിധായകൻ ജോസ് തോമസ് അടക്കമുള്ളവരും വിമർശിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴിതാ മഞ്ജു വാര്യരുടെ വ്യക്തിജീവിതവുമായി ബന്ധപ്പെടുത്തി ഇപ്പോൾ നടക്കുന്ന കോലാഹലങ്ങളെക്കുറിച്ച് ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ടൊരു കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത്. മഞ്ജു വാര്യരുടെ വായിൽ നിന്നും എന്തെങ്കിലും വീണ് കിട്ടിയിട്ട് റിയാക്ഷൻ വീഡിയോ ഇടാൻ നിൽക്കുന്നവർ ആ വെള്ളമങ്ങ് വാങ്ങിവെച്ചേക്ക് എന്നാണ് കുറിപ്പിൽ പറയുന്നത്. പാപ്പരാസികൾ വായിൽ കോലിട്ട് കുത്തിയിട്ട് പോലും മുൻ ഭർത്താവിനെ കുറിച്ചും മകളെ കുറിച്ചും അവർ വാ തുറന്ന് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. പിന്നെയല്ലേ കുറെ റിയാക്ഷൻ വീഡിയോ ഇട്ട് അന്നം കഴിക്കുന്നവരുടെ ഡയലോഗ് കേട്ട് അവർ മിണ്ടാൻ പോകുന്നത് എന്നായിരുന്നു ഫേസ്ബുക്ക് യൂസറായ റഫീല നിസാർ കുറിച്ചിരിക്കുന്നത്. ആ കുറിപ്പ് ഇങ്ങനെയായിരുന്നു: മഞ്ജുവിന്റെ വായിൽ നിന്നും എന്തെങ്കിലും വീണ് കിട്ടിയിട്ട് റിയാക്ഷൻ വീഡിയോ ഇടാൻ നിൽക്കുന്നവർ ആ വെള്ളമങ്ങ വാങ്ങിവെച്ചേക്ക്. മിണ്ടുവാൻ അവർക്ക് സൗകര്യമില്ല. മുൻ ഭർത്താവിൽ നിന്നും ചിക്കിളി വാങ്ങി എന്തെങ്കിലുമൊക്കെ ആ സ്ത്രീയുടെ അസ്വസ്ഥത ഇല്ലാതാക്കുവാൻ നോക്കുന്നവർ കുറെ എണ്ണമുണ്ട്. കുടുംബവും വേണ്ട, കുട്ടികളും വേണ്ട, മഞ്ജു വാര്യർ മാത്രം മതി എന്നതാണ് അവരുടെ പക്ഷം. അവർക്ക് വേണമെങ്കിൽ കിണ്ണം കാച്ചിയ നല്ല ഒന്നാന്തരം ചൊങ്കന്മാരെ കിട്ടും. അവർ അങ്ങനെ ഒരു സ്ത്രീ അല്ലെന്ന് ബോധ്യം ഉള്ള പെണ്ണുങ്ങളാണ് സ്വന്തം ഭർത്താവിനൊപ്പം മഞ്ജുവിനെയും കൂടെ കൂട്ടുന്നത്. ഭർത്താവിനോട് ഭയങ്കര പൊസസീവ്നെസ് ആണെന്ന് കേൾവി കേട്ട പെണ്ണിന്റെ ഭർത്താവിനൊപ്പം പോലും വിദേശയാത്ര നടത്തുന്ന ആ ഭാര്യയ്ക്ക് യാതൊരു പ്രശ്നവുമില്ലെങ്കിൽ മഞ്ജുവിന്റെ ക്വാളിറ്റി എത്രത്തോളമാണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക. എത്രത്തോളം എന്ന് മനസ്സിലാക്കാവുന്നതാണ്. അവളുടെ ചിരി അവളെ നല്ലോണം അസ്വസ്ഥരാക്കുന്നുണ്ട്. അവളുടെ കോൺഫിഡൻസ് വളരെ നല്ലോണം അവരെ അസ്വസ്ഥരാക്കുന്നുണ്ട്. അവളുടെ തല ഉയർത്തിപ്പിടിച്ചുള്ള ആ നടപ്പും അവരെ അസ്വസ്ഥരാക്കുന്നുണ്ട്. അവളുടെ വേഷവിധാനങ്ങൾ അവരെ നല്ലവണ്ണം അസ്വസ്ഥരാക്കുന്നുണ്ട് എന്നത് തന്നെ വ്യക്തമാണ്. അവളുടെ ഹാപ്പിനെസ് അവരെ അസ്വസ്ഥരാക്കുന്നുണ്ട്. അവൾക്ക് കിട്ടുന്ന പരസ്യങ്ങൾ, വിവിധ തരം ഓപ്പർച്യൂണിറ്റികൾ, സ്ഥിരീകരണങ്ങൾ, ഉദ്ഘാടനങ്ങൾ എല്ലാം തന്നെ അവരെ അസ്വസ്ഥരാക്കുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, അവളുടെ മൗനം പോലും അവരെ നല്ലവണ്ണം അസ്വസ്ഥരാക്കുന്നുണ്ട്. തോറ്റുപോയെന്നും അടപടലം തെറ്റിപ്പോയെന്നും കരുതി സൈഡായി ഇരിക്കുന്നവരുടെ ജൽപ്പനങ്ങൾ കേട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്തിടുവാൻ മഞ്ജു വാര്യർ ഒരു യൂട്യൂബർ അല്ല. ദി ലേഡി സൂപ്പർ സ്റ്റാർ ആണ്. ഫിലിം ഫീൽഡിൽ നിന്ന് വർഷങ്ങളോളം മാറി നിന്ന് തിരിച്ചു വന്നപ്പോൾ പോലും താരം മൂല്യത്തിന് ഇത്തിരി പോലും ഇടിവ് സംഭവിക്കാത്ത അയൺ ലേഡിയാണ്. വിവാഹമോചനം കഴിഞ്ഞ നാൾ മുതൽ സോഷ്യൽ മീഡിയയിൽ കൂടി നിരന്തരം അവരെ സൈബർ ബുള്ളിയിങ്ങും തെറിവിളികളും നടത്തിയിട്ടും
കമാന്നൊരു അക്ഷരം അവർ മിണ്ടിയിട്ടില്ല. സ്വന്തം മകൾ പോലും ഉപേക്ഷിച്ചവളെന്ന് ഇന്ന് പലരും ആക്ഷേപിക്കുമ്പോഴും അവരത് തിരുത്തുവാൻ ശ്രമിച്ചിട്ടുമില്ല. പാപ്പരാസികൾ വായിൽ കോലിട്ട് കുത്തിയിട്ട് പോലും മുൻ ഭർത്താവിനെ കുറിച്ചും മകളെ കുറിച്ചും അവർ വാർ തുറന്നിട്ടില്ല. പിന്നെയല്ലേ കുറെ റിയാക്ഷൻ വീഡിയോ ഇട്ട് അന്നം കഴിക്കുന്നവരുടെ ഡയലോഗ് ഇട്ട് അവർ മിണ്ടാൻ പോകുന്നത്. ആ മൗനം തന്നെയാണ് അവരുടെ കരുത്തും ഭംഗിയും എന്നുമായിരുന്നു കുറിപ്പ്.